കുട്ടപ്പായേ ഓ ഇതെന്നാന്ന് കേട്ടോ എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത് ദയവായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അമ്മേന്റെ വില എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു അത് ആണല്ലേ പിന്നെ ഇപ്പൊ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത നന്നായിട്ടുണ്ട്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. കഴിഞ്ഞതൊന്നും എന്റെ മോൾ ഇനി മനസ്സിൽ വെക്കരുത്. നിനക്കിഷ്ടല്ലാത്തതൊന്നും അമ്മ ഇനി ചെയ്യില്ല. എനിക്ക് നീ അല്ലാതെ വേറെ ആരോ ഉള്ളത്. തള്ളയില്ലെന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളെ കൊല്ലാതെ വിട്ടത്. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. എല്ലാം എന്റെ ദുർവിധിയ. പുറത്തിറങ്ങി നടക്കാൻ ഗതിയായി നാണം കെടുത്താനായിട്ട്. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. അപ്പം അമ്മ എനിക്ക് തന്ന റിപ്ലൈ, എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. നിർത്തിയേട്ടാ, മതിയായി, ഞാൻ പോണു.